ചിലർ വാട്സപ്പിലൂടെ ചോദിക്കും, അവർക്കും ഡേറ്റ് കൊടുക്കാറുണ്ട്. മൊബൈൽ ഫോണിൽ മെസ്സേജായിട്ട് ചോദിക്കുന്നവരുണ്ട്, അവർക്കും ഡേറ്റ് കൊടുക്കാറുണ്ട്. ഡേറ്റ് ചോദിക്കുമ്പോൾ നോട്ടീസ് അയക്കാൻ വേണ്ടി അഡ്രസ്സ് ചോദിക്കുമ്പോൾ സാധാരണ ആ സ്റ്റാമ്പിൻ്റെ പൈസ പോക്കണ്ടെന്നും പറയാറുണ്ട്. പരിപാടി തുടങ്ങുന്ന സമയം അറിയിച്ചാൽ പരമാവധി അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കും എന്ന് പറയലാണ് പതിവ്. അത് ഞാൻ തന്നെ ഒരു തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നില്ല. അള്ളാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇത് കാസർഗോഡ് ജില്ലയല്ലേ അല്ലേ? കാസർഗോഡ് ജില്ലയിൽ നിന്നൊരു ദിവസം ഇങ്ങനെ വയലിന് വേണ്ടി ഒരാൾ വിളിച്ചു. ഏകദേശം ഒരു 20 വട്ടം അയാളോട് ആ ദിവസം എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. സുമാറ് പറയാൻ എണ്ണി വെച്ചിട്ടില്ല. ഇയാൾക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഉസ്താദെ, അന്നത്തെ ദിവസം ഡേറ്റ് തരണം. അന്ന് വേറെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഇയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു 20 തവണയോളം ഞാൻ അയാളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഞാൻ വീട്ടിലുള്ള സമയത്ത് ഇദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഇയാൾ എന്നോട് പറഞ്ഞു, ഇന്നാളാണ് വിളിക്കുന്നത്, ഞാൻ കുറേ പ്രാവശ്യം നിങ്ങളെ വിളിച്ചിട്ടുണ്ട് ഇന്ന ദിവസത്തെ ഒരു ഡേറ്റിന് വേണ്ടി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അതുപോലെ നിങ്ങളോടും മറുപടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റൂല, ആ ദിവസം വേറെ പരിപാടിയുണ്ട്. അപ്പം ഇയാൾ പറഞ്ഞു, അത് പറ്റൂല, അന്നത്തെ ദിവസം ഞങ്ങളുടെ നാട്ടിൽ വയത് പറഞ്ഞേ പറ്റൂ. കേട്ടപ്പോൾ സ്വാഭാവികമായും ഞാനൊരു നബിയല്ല, ഒരു മലക്കല്ല, ഒരു വലിയല്ല. അള്ളാഹു എന്നെയും നമ്മളെല്ലാവരെയും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ഇത്രയും തവണ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഇയാളോട് അല്പം ഒന്ന് വെറുപ്പ് പിടിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചു. ബാപ്പ ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദം ശ്രവിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ അല്പം വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. പറഞ്ഞാൽ മനസ്സിലാകൂലേ എന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അത് വ്യാഖ്യാനം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, ഒന്നും പറഞ്ഞുവിടാത്ത കാലാണ്. പറഞ്ഞാൽ മനസ്സിലാകൂലേ എന്ന് ചോദിച്ച് തിരിഞ്ഞു നിൽക്കേണ്ട താമസം പിന്നിൽ വാപ്പയുണ്ട്. ആരാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 20 വട്ടത്തോളം അയാളോട് പറഞ്ഞിട്ടുണ്ടാവും ആ ദിവസം പറ്റൂല, അയാളെ വിടുന്നില്ല. അപ്പം ലേശം ഒന്ന് വെറുപ്പ് പിടിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. വിളിക്കാം, അയാളെ വിളിച്ചു. എവിടെയാണ് സ്ഥലം നീ ചോദിച്ചൊക്കെ ചോദിപ്പിച്ചു. കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, അന്നത്തെ ദിവസത്തെ പരിപാടിയിട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചു, അതെന്തേ? ഞാൻ അതിൻ്റെ മുമ്പേ കൊടുത്തൊരു ഡേറ്റ് ഉണ്ടല്ലോ, അവരെ സമ്മതം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഡേറ്റ് കൊടുക്കണം. ഞാൻ ചോദിച്ചു, അതെന്താ? വാപ്പ പറഞ്ഞു, യഥാർത്ഥത്തിൽ ആളുകൾ വയലിന് വിളിക്കുന്നത്, യഥാർത്ഥത്തിൽ ആളുകൾ പ്രസംഗത്തിന് വിളിക്കുന്നത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു നിഅമത്താണ്. അള്ളാഹ് തന്ന വലിയൊരു നിഅമത്താണ്. യഥാർത്ഥത്തിൽ ഒരു മുതഅല്ലിമിന്, പഠിക്കുന്ന ഒരു കുട്ടിക്ക്, പഠനം നടത്തുന്ന ഒരു മുതഅല്ലിമിന്, പഠിപ്പിക്കുന്ന മുഅല്ലിമിന്, മുദർരിസിന്, ഇൽമുള്ള അല്ലെങ്കിൽ ഇൽമ് തേടുന്ന ആളുകൾക്ക് മുഴുവനും പഠിച്ചത് അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് പഠിച്ചവരുടെ ബാധ്യതയാണ്. ആ ഒരു ബാധ്യത നിറവേറ്റാൻ അവർ നോട്ടീസ് അടിക്കുന്നു, അവരെ അനൗൺസ് ചെയ്യുന്നു, അവർ പരസ്യങ്ങൾ ചെയ്യുന്നു, അവരാളുകളെ ഒരുമിച്ച് കൂട്ടിത്തരുന്നു. നമ്മളോട് അന്നത്തെ ദിവസം ഒന്ന് വയലിന് വരുമോ എന്ന് ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ വെറുപ്പ് പിടിച്ച് സംസാരിച്ചത് ശരിയായില്ല. ഇങ്ങോട്ട് അവസരം തന്നിട്ട് അങ്ങോട്ട് വെറുപ്പ് പിടിച്ചത് വളരെ മോശമായി പോയി. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അന്നത്തെ ദിവസം എവിടെയാണോ പരിപാടി, അവർക്ക് വേറൊരു ദിവസം കൊടുത്തിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. ഇതായിരിക്കണം പ്രഭാഷകന്റെ ശൈലി എന്നെ ബാപ്പ പഠിപ്പിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വേദന വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഘാടകർ എന്നോട് പറഞ്ഞു, തലേ ദിവസം വന്ന വയലിന് പ്രസംഗിക്കാൻ വന്നയാള് പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ 25,000 ഉറുപ്പിക തന്നില്ലെങ്കിൽ പോകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോലും. നൗദുബില്ലാ. നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം.
നമ്മൾ പറയുന്നു വയലുകൾക്ക് കുറവില്ല, ഉപദേശങ്ങൾക്ക് കുറവില്ല, നസീഹത്തിന്റെ സദസ്സുകൾക്ക് കുറവില്ല. സത്യമാ. ഈ പരിപാടി തന്നെ ഏകദേശം 10-20ഓളം ദിവസമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര ദിവസമുണ്ട്? എത്ര? 11 ദിവസം അല്ലേ? 11 ദിവസത്തോളം ഇവിടെ വയല് എടുക്കുന്നുണ്ട്. പരിസരങ്ങളിലും പല വയലിന്റെ സദസ്സുകളും ഈ വരുന്ന വഴിയിൽ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. വയലിന്റെ സദസ്സിന് യാതൊരു കുറവില്ല എന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ ഉസ്താദുമാര് വയല് പറയുമ്പോൾ ഇതുപോലെ ദൂരെ നിന്ന് ആളുകൾക്ക് കേൾക്കാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. എന്നാൽ അതും മറികടന്നു. ഇന്ന് മുസ്ലിയാർ വയല് പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് തത്സമയം കേൾക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എവിടെ വെച്ചും വയല് കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വയല് കേൾക്കുന്നതിന് കുറവില്ല, വയലിന്റെ സദസ്സുകൾക്ക് കുറവില്ല, വയല് പറയുന്ന മുസ്ലിയാക്കന്മാർക്ക് കുറവില്ല. പക്ഷേ വയല് കൊണ്ട് ഫലം കിട്ടുന്നവർ കുറഞ്ഞുപോയി. വയല് പറയുന്നവരുടെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയപ്പോ വയല് കേൾക്കുന്നവരുടെ ആത്മാർത്ഥതയും നഷ്ടപ്പെട്ടു പോയി. ഇതല്ലേ യഥാർത്ഥത്തിൽ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വയല് പറയുന്ന ആളുകളെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ നോക്കൂ, നമ്മളെ മുൻഗാമികളായ സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, താബീകളെ ചരിത്രം പരിശോധിച്ചാൽ, ഔലിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്കൊന്നും ഇത്തരം ഒരു സൗകര്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശാലമായ പ്രബോധനം നടത്താനുള്ള വഴി അവരെ മുന്നിലുണ്ടായിരുന്നില്ല, അവരെ കയ്യിലുണ്ടായിരുന്നില്ല, അവരെ കാലത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഈമാനുള്ള മുസ്ലിമേ, അവര് നടത്തിയ ഒരൊറ്റ ദിവസത്തെ പ്രബോധനത്തിന്റെ ഫലം വർഷങ്ങൾ ധ്വാനിച്ചിട്ടും ഇന്നത്തെ പ്രബോധകന് കിട്ടുന്നില്ല. ഇന്ന് പ്രബോധനം നടത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അന്നത്തെ കാലത്ത് അവരെ കയ്യിൽ ഇത്തരം ആയുധങ്ങളില്ല, ഇത്തരം സംവിധാനങ്ങളില്ല, ഇത്തരം ഒരു സൗകര്യങ്ങളുമില്ല. എന്നിട്ടും അവര് നടത്തിയ പ്രബോധനം, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അവര് നടത്തിയ പ്രബോധനം ആളുകളെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ഇന്ന് മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, അതേ ആളുകൾ സമയം ചെലവഴിച്ചിട്ടും ആളുകളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിലേക്ക് എത്തിക്കാൻ അതേ പ്രബോധകന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരെ കയ്യിലുണ്ടായിരുന്ന പല ആയുധങ്ങളും നമ്മളെ കയ്യിലുള്ളതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുണ്ട്. അവരെ കയ്യിലുണ്ടായിരുന്ന പല ആയുധങ്ങളെക്കാൾ കൂടുതലായി, പല ഉപകരണങ്ങളെക്കാൾ കൂടുതലായി ഉപകരണങ്ങൾ ഇന്നത്തെ കാലത്ത് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവരെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം അൽ-ഇഖ്ലാസ്, ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത എന്ന ആയുധമങ്ങ് മാറിപ്പോയപ്പോ, ആത്മാർത്ഥത എന്ന് പറയുന്ന അതേ വസ്തു അങ്ങ് ഇല്ലാതെയായി പോയപ്പോ, ആത്മാർത്ഥത എന്ന് പറയുന്ന സംവിധാനം തന്നെ മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് ഊരിപ്പോയപ്പോ, വയല് പറയുന്ന മുസ്ലിയാർക്ക് ഇത്ര കിട്ടണമെന്ന പ്രതീക്ഷയിലായി. വയല് കേൾക്കുന്ന ജനങ്ങൾക്കോ പാട്ടിന്റെ ശൈലി എത്ര അധികരിക്കുന്നു, അതിനനുസരിച്ച് വയലിന്റെ വാലിഡിറ്റിയും വയലിന്റെ ബഹുമാനവും കൂടുന്ന രൂപത്തിൽ വയലുകളെ അതപ്പതിപ്പിച്ചപ്പോൾ, പ്രഭാഷണ വേദികളെ തള്ളിയപ്പോൾ വയലിന്റെ ഫലം തന്നെ കുറഞ്ഞുപോയി. 5 മിനിറ്റ് ഉപദേശിച്ച് ആളുകൾ മാറിപ്പോയി. ഇന്ന് 500 മണിക്കൂർ കിട്ടിയിട്ടും ആളുകൾ നന്നാകുന്നില്ല. പറയുന്ന മുസ്ലിയാരെ മനസ്സിൽ ആത്മാർത്ഥതയില്ല, അതുപോലെ കേൾക്കുന്നവരിലും പലരിലും ആത്മാർത്ഥതയില്ലാതെ പോയി. ഇതിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, അന്നവർ ചെറിയ സമയം കൊണ്ട് ഒരു ഉപകരണവും ഒരു ഉപഗ്രഹവും ഇല്ലാത്ത കാലത്ത് അവർ വലിയ പ്രബോധനം ചെറിയ സമയം കൊണ്ട് ചെയ്തു. നമ്മളത്തെ ഒരുപാട് ഉപഗ്രഹങ്ങളും ഉപകരണങ്ങളും ഉണ്ടായിട്ടും എത്ര മണിക്കൂർ പ്രസംഗിച്ചിട്ടും വയലിന്റെ ഫലം കിട്ടുന്നില്ല. ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയതാണ്. റബ്ബേ, നീ ഞങ്ങൾക്ക് ഇഖ്ലാസിനെ തന്നനുഗ്രഹിക്കണം റഹ്മാനേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് എന്നെ വയലിന് ക്ഷണിച്ചയാള് വയലിന് വിളിച്ചത് വാട്സപ്പിലാണ്.
അന്ന് അയാൾ വയലിന് വിളിച്ചത് വാട്സപ്പിലാണ്. അതുകൊണ്ട് അയാളെ കൂടുതലായി പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ആവശ്യമുള്ള മാത്രമല്ലേ ചോദിക്കാറുള്ളൂ, ആവശ്യമുള്ള മാത്രമല്ലേ നമുക്ക് അറിയേണ്ടതുള്ളൂ. വയലിന് വിളിക്കുമ്പോൾ അവിടെയുള്ള ആളെ പേരറിയണം, അവിടെയുള്ള സംഘാടകരോട് എന്താ പരിപാടി എന്ന് ചോദിക്കണം. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. അതിൽ കൂടുതൽ നമ്മളൊന്നും അറിയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അയാളോടൊന്നും സംസാരിക്കാൻ നിന്നിട്ടില്ല. അയാളെ കാണണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻഷാ അല്ലാഹ് വീട്ടിൽ വെച്ച് കാണാം. പറഞ്ഞത് മറന്നുപോയോ? എവിടെയാ ഉള്ളതിപ്പോൾ? എവിടെയാ? കാസർഗോഡ് തന്നെ ഉണ്ടോ? അല്ല, തൃശ്ശൂരിലെ സംഭവമാണ് പറയുന്നത്. അങ്ങനെ അയാളെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ ആ വീട്ടിന്റെ കോലായിൽ ഒരു മനുഷ്യൻ വീൽ ചെയറിൽ ഇരിക്കുന്നു. കയറി ചെല്ലുമ്പോ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തിനൊരു കാലില്ല. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായി ആഫിയത്ത് നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ, മനസ്സിന് ഹിമ്മത്ത് കൊടുക്കുമാറാകട്ടെ. കയറി ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതിൽ വേദനയുണ്ട്. ഞാൻ പറഞ്ഞു ഞാനാണ് നിങ്ങളെ ബഹുമാനിക്കേണ്ടത്. കാരണം ഞാൻ ചെറിയൊരു പ്രായമുള്ളയാളാണ്, നിങ്ങൾ എന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ ബാപ്പയെപ്പോലെ പ്രായമുള്ള ആളാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല, നിങ്ങൾ ഇരിക്കുക തന്നെ വേണം, അതാണ് നിങ്ങളെ ബഹുമാനം, നിങ്ങൾ അവിടെ ഇരിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ കാല് കഴിഞ്ഞ ആഴ്ച മുറിച്ചു പോയി, അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്ക് ആർക്കും അത്തരം ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. കാലിന് ഷുഗറിൻ്റെ രോഗം വന്നപ്പോൾ പഴുപ്പ് കയറി അദ്ദേഹത്തിൻ്റെ വിരലുകൾ മുറിച്ചുപോയി. 3 വിരലുകളോളം മുറിച്ചുപോയി. അത് ഇടത്തെ കാലിൻ്റെ വിരലാണ്. ആ കാലിന് എപ്പോഴും രോഗമാണ്. വലത്തെ കാലിന് അൽഹംദുലില്ലാ ഒരു രോഗമില്ല. പെട്ടെന്നൊരു ദിവസം വേദന വന്ന് ഡോക്ടർമാരടുക്കൽ ചെന്നപ്പോൾ വലത് കാലിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ട്, മുട്ടിൻ്റെ മേലെ വെച്ച് കാല് മുറിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ വിധിയെഴുതി, കാല് മുറിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് ഹിമ്മത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഉമ്മാമയുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അള്ളാഹു അവിടുത്തെ ഖബറിന് സന്തോഷം നൽകുമാറാകട്ടെ. ഈ കഴിഞ്ഞ റമദാനിൽ മരണപ്പെട്ടു പോയി. ആ ഉമ്മാമയുടെ കാല് മുട്ടിൻ്റെ താഴെ വെച്ച് മുറിച്ചിരുന്നു. പക്ഷേ ഉമ്മാമ അതിൻ്റെ ശേഷം എത്രയോ കാലം ആരോഗ്യത്തോടെ ജീവിച്ചു. ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഈ സംഭവം പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അൽഹംദുലില്ലാ മോനെ എനിക്കൊരു വിഷമമില്ല, ഒരു പ്രയാസമില്ല. എൻ്റെ റബ്ബ് ഇപ്പുറത്തൊരു കാലം എനിക്ക് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. 2 കാലും ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കൈയും അല്ലാഹു തആല ജന്മങ്ങളിൽ കൊടുക്കാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികളെ ഞാൻ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. എനിക്ക് പ്രായം ഇത്ര എത്തിയപ്പോഴാണ് അള്ളാഹു എന്നോട് ഈ ആരോഗ്യം തിരിച്ചു ചോദിച്ചത്. ഇതുവരെ ആവശ്യമുള്ളതൊക്കെയും ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. എനിക്ക് ഹിമ്മത്തിന് വേണ്ടി മോൻ ദുആ ചെയ്താൽ മതി, ഇതുവരെ ഒരു കുഴപ്പം എനിക്കില്ല എന്ന് പറഞ്ഞു. എന്തൊരു നല്ല മനസ്സാണ്, എന്തൊരു നല്ല മനസ്സാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം. നമുക്ക് എത്ര കിട്ടിയാലും മതി വരൂല, എത്ര കിട്ടിയാലും മതി എന്ന ചിന്ത നമുക്കില്ല. എത്ര കിട്ടിയാലും അതിന്റെ മേൽപോട്ടി എന്ന ഒരു ചിന്തയല്ലാതെ അൽഹംദുലില്ലാ അല്ലാഹ് ഇത്രയൊക്കെ തന്നല്ലോ എന്ന് ചിന്തിച്ച് റബ്ബിന് ആത്മാർത്ഥമായി ഒരു സ്തുതി പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പറയുമ്പോൾ അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിച്ച്, അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിൻ്റെ പേരിൽ ആ റബ്ബിനെ ഈ സ്തുതി കൊണ്ട് മാത്രം ഞാൻ നിർത്തരുത് എന്ന് ചിന്തിച്ച് നല്ല ആത്മാർത്ഥതയോടെ സ്തുതി പറഞ്ഞ ദിവസങ്ങൾ നമുക്ക് എത്രയുണ്ടാകും? എത്ര പ്രാവശ്യം നമ്മൾ ആ നിലക്ക് അള്ളാഹുവിന് സ്തുതി പറഞ്ഞിട്ടുണ്ടാകും? നമ്മൾ ആലോചിച്ച് നോക്കണം. അതേ സ്ഥാനത്ത് അൽഹംദുലില്ലാ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടും ഒരു വേദനയും പുറത്തു കാണിക്കാതെ, ഒരു ആവലാതിയും പറയാതെ, ഒരു പ്രയാസവും പറയാതെ, 2 കഥ 3 വിരലോളം മുറിച്ചു പോയിട്ടും ഈ കാലിനായിരുന്നു രോഗമുള്ളത്. രോഗമില്ലാത്ത കാലി എൻ്റെ റബ്ബൊരു ദിവസം ചോദിച്ചപ്പോ ഞാനങ്ങ് കൊടുത്തിട്ടുണ്ട്. എനിക്കതിൽ കംപ്ലൈന്റ് ഇല്ല. ഈ കാലുകൊണ്ട് ഈ ആയുസ് ഇത്ര കാലം ഞാൻ എത്രയോ അമലുകൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ തിന്മയും ചെയ്തിട്ടുണ്ടാകാം.
അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രോഗങ്ങൾ അതാ അവന്റെ രോഗങ്ങൾ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ പൊറുക്കാനത് കാരണമായി പോകും. ചിലപ്പോൾ എൻ്റെ ഈ കാലനിക്ക് നഷ്ടപ്പെട്ടു പോയതിന് പകരം ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് പാപങ്ങൾ എനിക്കെന്റെ റബ്ബ് പൊറുക്കാൻ അത് കാരണമായാലോ മോനെ. ഈ പ്രായം ചെന്ന ഉപ്പാപ്പക്കത് ഈ വീൽ ചെയറിൽ ഇരുന്ന് ചോദിച്ചപ്പോ എന്തൊരു ഈമാനുള്ള മനസ്സാ. ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു പറഞ്ഞു, ഈ മുതഅല്ലിമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് ദുആ ചെയ്യണേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കാല് നഷ്ടപ്പെട്ടവനെ കാലിന്റെ വിലയറിയൂ, കൈ നഷ്ടപ്പെട്ടവനെ കൈയിന്റെ വിലയറിയൂ, കണ്ണ് നഷ്ടപ്പെട്ടവനെ കണ്ണിന്റെ വിലയറിയൂ. നഷ്ടപ്പെടാൻ അധിക സമയം വേണ്ടതില്ല, വർഷങ്ങൾ ആവശ്യമില്ല. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ പെട്ട് ഇടത് കണ്ണ് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ ഈ പാവപ്പെട്ട മുതഅല്ലിമിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇടത് കണ്ണങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് എന്റെ വലത്തെ കണ്ണിന് എത്ര വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെടുമ്പോൾ വില മനസ്സിലാക്കുന്നതിന് പകരം തന്ന നിഅമത്തിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരാകണം നമ്മൾ.